അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം 2 തിമോത്തിയുടെ ലേഖനം 3:16. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. 1 ഉപദേശം, 2 ശ്വാസന, 3 ഗുണീകരണം, 4 അഭ്യാസനം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ദൈവവചനത്തിലൂടെ നമുക്ക് അവിടുന്ന് വിശുദ്ധ പൗലോസ് തിമോത്തിക്ക് എഴുതുമ്പോൾ നമ്മളോട് പറയുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രികമാണ്. കാരണം ഒരു വചനം പോലും മാറ്റമുള്ള വചനമല്ല, മാറാത്ത വചനമാ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം എല്ലാം നമുക്ക് വേണ്ടി നൽകപ്പെട്ട വചനമാണ്. അതുകൊണ്ട് ഈ തിരുവെഴുത്തിനെ ഒന്നിനെയും മാറ്റിവെക്കാൻ കഴിയില്ല. തിരുവെഴുത്തിന് ജീവനുണ്ട്. അതുകൊണ്ടാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തിരുവെഴുത്തും ദൈവശക്തിയും നമ്മൾ അറിയായിക കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ തെറ്റുപറ്റുന്നത്. തെറ്റുപറ്റാൻ കാരണം തിരുവെഴുത്തും ദൈവശക്തിയും അറിയാതെ കൊണ്ടാണ്. തിരുവെഴുത്ത് അറിയണം, അതിന്റെ ശക്തിയെയും മനസ്സിലാക്കണം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രികമാകയാൽ നമ്മുടെ ഉപദേശം വചനപ്രകാരമാകണം. 1, നമ്മൾ ശാസിക്കുന്നത് പാപം, തിന്മ, ലോകം, അന്ധകാരത്തിന്റെ ബന്ധനങ്ങളെ ശാസിക്കുമ്പോൾ വചനപ്രകാരമാകണം. നമ്മൾ പഠിപ്പിക്കുന്നത് വചനത്തോടു കൂടെ ആയിരിക്കണം. 3, നമ്മുടെ ജീവിത സാക്ഷ്യം വചനത്തിലൂടെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ വചനം ജീവനുള്ള വചനമാണ്. ഇത് കേൾക്കുന്തോറും നമ്മുടെ അകത്ത് ദൈവത്തിന്റെ കൃപ നിറയും. പ്രാർത്ഥിക്കുന്തോറും നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ശക്തി നിറയും. കാരണം ഈ വചനമാണ് ജഡമായി ലോകത്തിലേക്ക് വന്നത്. ഈ വചനമാണ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കയറിയ യേശു കർത്താവ്. അവന്റെ ആ വചനം നമ്മുടെ ജീവിതത്തിൽ എന്നും വിടുതലും സൗഖ്യവും അനുഗ്രഹമാണ്. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ